അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള, ഞങ്ങൾക്ക് കിച്ചണിൽ അധികം സമയം ചെലവാക്കാതെ വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ വറുവൽ. ഇറ്റ്സ് എ കൊല്ലംകോടൻ ചിക്കൻ വറുവൽ ചെയ്ത് നമുക്ക് പുറത്തേക്ക് വരാം, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാം. കുട്ടികൾക്കും വലിയവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം, വളരെ ടേസ്റ്റി ആയിട്ടൊരു സംഭവം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 300 ഗ്രാം ചിക്കൻ. ഓൾമോസ്റ്റ് ബോൺലെസ് ആണെന്ന് പറയാം, 1-2 പീസിലൊക്കെ ബോണുണ്ട്. കുറച്ച് കാഞ്ഞമുളക് അല്ലെങ്കിൽ വറമുളക് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ കപ്പൽ മുളക് എന്ന് പറയും, മുളക്, അണ്ടിപ്പരിപ്പ്, പിന്നെ എണ്ണ. അത്ര മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് വെച്ച് ഞാൻ ഈ ഒരു ഡിഷ് ചെയ്ത് തരാൻ പോകും. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകണം. സ്റ്റാർട്ട്. നമ്മളെ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോകണം. ഇതുണ്ടാക്കാൻ നമുക്ക് അധികം എണ്ണയോ മസാലകളോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ് സംഭവം. ഒരു സ്റ്റാർട്ടർ മാതിരിയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് കടായിൽ എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാഞ്ഞമുളകുണ്ട്, അതൊന്നും നമുക്ക് കഴുകി വെച്ചാണ്. കഴുകി വെച്ചുകൊണ്ട് നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് പാതിയാക്കിയാൽ മതി. എരിവ് ആവശ്യത്തിനില്ല, എരിവ് ആവശ്യത്തിനോട് എരിവില്ല. കാഞ്ഞമുളകൊന്ന് വെള്ളത്തിട്ട കാരണം അത് കയ്യിൽ പൊട്ടിക്കാൻ പറ്റുന്നു, കാരണം കഴുകിയെടുത്ത മുളകാണ്. അപ്പോൾ അതൊന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കാം. എണ്ണ ചൂടായതിൽ നമ്മൾ ഈ കാഞ്ഞമുളകുണ്ടല്ലോ, ഇത് അവനോണ്ട് ഇതിനനുസരിച്ച് മുളക് ആഡ് ചെയ്യാം. ഞാൻ 300 ഗ്രാം ചിക്കന് ഏകദേശം 10 മുളകാണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടായി പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടു. നന്നായിട്ട് എണ്ണ കിടന്ന് ഒന്ന് തിന്നണം. എണ്ണ കിടന്ന് നന്നായി തിന്നിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുളക് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ പരുവത്തിലാവുന്ന സമയത്ത് വേണം നമ്മൾ നമ്മുടെ ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യാം. ഇത് ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൽ പിന്നെ നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് സ്റ്റൗ ഒന്ന് തിരികയറ്റി വെക്കുക. സ്റ്റൗ തിരികയറ്റി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മറിച്ച് അതിന് വേഗമാകുന്നൊരു സമയം കൊടുക്കാം. നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത മുളകിൻ്റെ കൂടെ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മറിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ലിഡ് വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഈ ഒരു ലെവലിലായിട്ടുണ്ട്, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് കൊല്ലംകോടുകാർക്ക് മാത്രം അറിയാവുന്നൊരു ഡിഷാണെന്നാണ് എൻ്റെ അറിവ്. കൊല്ലംകോട് അറിയുന്നത് ഇറ്റ്സ് ഫേമസ് ഫോർ സീതാർകുണ്ടു, പലയപ്പാണ്ടി, ചിങ്ങഞ്ചിറ. ഇത് ഞങ്ങളുടെ ചിങ്ങഞ്ചിറ ഡിഷാണ്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. ഓക്കെ, കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ. ഞാൻ കുറച്ചുകൂടെ നേരം അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വറുവൽ ചിക്കൻ റെഡിയാവാറായി. മീൻ ടൈം നമുക്ക് ഒരു തക്ക എടുത്തിട്ട് കറിയിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ട് അതിലിടണം. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. എണ്ണ ചൂടായി അണ്ടിപ്പരിപ്പ് ഇടുന്നു. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർത്താം. കുട്ടികൾ നിറയെ ഉണ്ടെങ്കിൽ നിറയെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് ചോണയുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അധികം സമയമൊന്നും വേണ്ട. ചിക്കൻ വേകുന്ന ഒരു സമയമുള്ളൂ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ചോന്നു. നമുക്കത് നമ്മുടെ ചിക്കൻ വറുവലിലേക്ക് ചേർക്കാം. സോ ഡിഷ് ഈസ് റെഡി.
കഴിക്കുമ്പോൾ ആ മുളക് മാറ്റി അണ്ടിപ്പരിപ്പും ചിക്കനും മാത്രം എടുത്ത് കഴിക്കുക. അറിയാതെ ഒരു കഷ്ണം മുളക് കഴിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ടേസ്റ്റി, വെരി വെരി ഡെലീഷ്യസ്. എല്ലാവരും ട്രൈ നോക്കുക. വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ, കട്ടൻ ചായയുടെ കൂടെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുള്ള ചിക്കൻ വറുവലാണ്. ഇത് നമ്മുടെ കൊല്ലംകോടിന്റെ തനതായ ഒതന്റിക്കൽ ചിക്കൻ വറുവലാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ, കുറച്ച് എണ്ണ, ബോൺലെസ് ചിക്കൻ, മിളക്, കാഞ്ഞ മുളക്, അത്ര മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ചിലപ്പോൾ കർണത്തിൽ ഒരു മസാല, മഞ്ഞപ്പൊടിയില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഗരം മസാല ഇല്ല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ല, വലിയവക്കായ ഇല്ല, തക്കാളി ഇല്ല, അങ്ങനെ ചിക്കൻ കറിയുടെ ഒരു ഭാഗങ്ങളും ഇതിലില്ല. ഈ 3 ഐറ്റം മാത്രം വെച്ചുകൊണ്ട് ചെയ്തൊരു ഡിഷാണ്. കഴിച്ചിട്ട് ആർക്കെങ്കിലും ഇഷ്ടമാവാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇഷ്ടമല്ലാത്ത പക്ഷം വേസ്റ്റ് ആവില്ല. കുറച്ച് ഗരം മസാല മേലെ വിടുക, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് ഇളക്കുക, ഒന്ന് കടായി ഒന്നുകൂടെ ചൂടാക്കി എടുക്കുക, കഴിക്കുക. സോ ഇറ്റ്സ് റെഡി ടു സെർവ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, കട്ടൻ ചായയുടെ കൂടെ ക്ലാസ് ആയി. താങ്ക് യു.